ഊമക്കുയിൽ. രചന ആതിര ഹരി. അവതരണം സാലിം കരുളായി. തെരുവ് വെളിച്ചത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണ് ഐശ്വര്യ. മുന്നോട്ട് ലക്ഷ്യം വെച്ച് നടക്കുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് തനിക്ക് പോലും അറിയില്ല. സകല സാധനങ്ങളും ആ വീട്ടിലാണ്. ഇനി അതിനായി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചെയ്ത് കൂട്ടിയതെല്ലാം തിരികെ തനിക്ക് നേരെ വരുന്നു. നിഴൽ പോലും തന്നെ നോക്കി പുച്ഛിക്കുന്നു. തൻ്റെ കൂടെ നടക്കുന്നതോർത്ത് തെരുവ് വെളിച്ചത്തിൽ കണ്ടു ആ പാതിരാത്രിയിൽ താനും തൻ്റെ നിഴലും മാത്രം. തെരുവ് നായ്ക്കൾ പോലും കണ്ണടച്ച് കിടക്കുന്നു. ഫോൺ പോലും കയ്യിലില്ല. അജിൻ്റെ പൈസയില്ല. എന്ത് ചെയ്യും? ഒരെത്തും പിടിയില്ല. പ്രിയയുടെ അടുത്തേക്ക് തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. തനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ടാണ് നീള. അവൾ വന്നതിൽ പിന്നെ തനിക്ക് തോൽവികൾ മാത്രമേ ഉള്ളൂ. പല്ലുകൾ ഞെരിച്ച് അവൾ ഓർത്തു. നശിപ്പിക്കുന്നില്ല നിന്നെ ഞാൻ. ശരിക്കും താൻ സിദ്ധുവിനെ പ്രണയിക്കുന്നുണ്ടോ? അതോ പണ്ടൊരുത്തൻ ചതിച്ചിട്ട് പോയപ്പോൾ അതിലും ബെറ്ററായ ഒരുത്തനെ വേണമെന്ന് തോന്നിയപ്പോൾ അത് സിദ്ധുവിൽ എത്തി നിന്നതല്ലേ? പിന്നീട് കാണിച്ചതെല്ലാം മറ്റൊരുത്തനോടുള്ള വാശിപ്പുറത്താണോ? നോ, അല്ല. ഞാൻ സ്നേഹിക്കുന്നു സിദ്ധുവിനെ. ബുദ്ധി പറയുന്നത് കേൾക്കാതെ മനസ്സ് സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് അലമുറയിടുന്നു. ശ്യാംലാൽ തൻ്റെ പ്രണയം വിവേകിൻ്റെ ഫ്രണ്ടായിരുന്നു. പരിചയപ്പെടുന്നതും അടുക്കുന്നതും എല്ലാം വിവേക് വഴിയായിരുന്നു. മോഡലിങ്ങിൽ ഞാനും ശ്യാമും ലച്ചുവും ഒരുമിച്ചായിരുന്നു. പരിചയം ഫ്രണ്ട്ഷിപ്പ് ആകുകയും അത് പതിയെ പ്രണയമായും വളർന്നു. ആദ്യം പ്രണയം തുറന്നു പറഞ്ഞതും അവനാണ്. ഒരു വർഷത്തെ പ്രണയത്തിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വാക്ക് പോലും പറയാതെ അവൻ ബാക്കി സ്റ്റഡിയൊക്കെ അമേരിക്കയിൽ ചെയ്യാമെന്നും പറഞ്ഞു പോയി. അതും വിവേക് പറഞ്ഞാണ് അറിയുന്നത്. അവന് മറ്റൊരു കുട്ടിയുമായി അഫെയർ ഉണ്ടെന്ന് പോലും. പപ്പയും അമ്മയും നിർബന്ധിക്കുവാന്ന്. വാശി കൊണ്ട് ഒന്ന് വിളിച്ചു നോക്കാൻ പോലും തോന്നിയില്ല. ഓരോ ഓർമ്മകളിൽ അവൾ മുന്നോട്ട് നടന്നു. ഒരു കാറ് പുറകിൽ നിന്നും ഹോണടിക്കുന്നത് കേട്ട് ചിന്തകളിൽ നിന്നുണർന്നവൾ ഒരു ഭയത്തോടെ തിരിഞ്ഞു നോക്കി. കാറ് നിർത്തി. ലൈറ്റിന്റെ വെട്ടം മുഖത്തടിച്ചപ്പോൾ കണ്ണു പൊത്തി. ഐശ്വര്യ. ആ വിളി കേട്ടപ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്നു. വിവേക്, താനെന്താ ഈ പാതിരാത്രിയിൽ എവിടെ? ഒന്നുമില്ല. എന്താടോ പറ. പിന്നെ നടന്നതെല്ലാം അവൾ വിശദീകരിച്ചു. എനിക്ക് ചിരിയാണ് വരുന്നത്. താൻ വാ, ഞാൻ ഹോസ്റ്റലിലാക്കി തരാം. ഇനി അതേ വഴിയുള്ളൂ. വേണ്ട. വാടോ, ഇനി നീ തെരുവിലൂടെ നടക്കണ്ട. പിന്നെ അവൻ്റെ നിർബന്ധത്തിൽ അവൾ കാറിൽ കയറി. ആൻറ്റിയുടെ ഹോസ്റ്റലിലേക്ക് തന്നെ പോകാം. അല്ലാതെ ഈ പാതിരാത്രിക്ക് എങ്ങോട്ട് പോകാനാ? അങ്ങോട്ട് വേണ്ട വിവേക്. താൻ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യേ. ബാക്കി പിന്നെ നോക്കാം. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ അമേരിക്കയ്ക്ക് പോയിരുന്നു. പുതിയൊരു മെഡിസിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന വഴിയാ. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. കാറ് വീട്ടിലെത്തി നിർത്തിയതും ആൻറ്റി വന്ന് ഡോറ് തുറന്നു കൊടുത്തു. ആൻറ്റി ഉറങ്ങിയില്ലേ? ഇല്ല, നിന്നെ കാത്തിരുന്നതാ. ലച്ചു കിടന്നോ? ആ, എന്നോട് വഴക്കിട്ടാ കിടന്നേ. എന്തു പറ്റി? പറയാം. ആരടാ കാറിൽ? കാറിലേക്ക് നോക്കി ഭാനു ചോദിച്ചു. അത് ഐശ്വര്യ ആൻറ്റി. ഐശ്വര്യോ? അവളെന്താ ഇവിടെ? വിവേക് പിന്നെ നടന്നതെല്ലാം പറഞ്ഞു. ഒരു പെണ്ണല്ലേ ആൻറ്റി, എന്തൊക്കെ ശത്രുതയാണെന്ന് പറഞ്ഞാലും ആവശ്യമില്ലാത്ത ഓരോന്നെടുത്ത് തലയിൽ വെച്ചോണം. നാളെ പറഞ്ഞു വിട്ടോണം. പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് പോയി തിരിച്ചു വന്നു. ദേ റൂമിൻ്റെ ചാവി. 12ാമത്തെ റൂമാണ്. വിവേകിൻ്റെ കയ്യിൽ ചാവി കൊടുത്തവർ പറഞ്ഞ് അകത്തേക്ക് പോയി. വിവേക് ഐശ്വര്യയും കൊണ്ട് ഹോസ്റ്റലിൽ ചെന്ന് റൂം കാണിച്ചു കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ഭാനു സെറ്റിയിലിരിപ്പുണ്ട്. അവനവരുടെ അടുത്ത് പോയിരുന്നു. എന്താ എൻ്റെ പ്രശ്നം? മോനെ, അവൾക്ക് ആ നിളയുടെ ആങ്ങളെ വിവാഹം കഴിക്കണമെന്ന്. അവനെപ്പോലെ ഒരു കൊലപ്പുള്ളിക്ക് ഞാൻ എൻ്റെ മോളെ കൊടുക്കില്ല. അയ്യേ, ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് നാളെ പരിഹരിക്കാം. ഇപ്പോൾ പോയി കിടന്നുറങ്ങ്. ചെല്. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എവിടെയൊക്കെ ഇരുന്നൊരു തേ പിടിച്ച് ഏട്ടന് നാണല്ലേ? ചേ. രാവിലെ ഉറഞ്ഞു തുള്ളി ഓട്ടോയും വിളിച്ച് വന്നതാണ് ഷാരി. ഇന്നലെ രാത്രിയിൽ സുമേഷ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാ കാര്യം പറഞ്ഞത്. ചേ, നാണം കണ്ടിട്ട് ആരുടെയും മുഖത്ത് നോക്കാൻ മേല. സുമേഷ് ഏട്ടൻ്റെ അമ്മയും സുമേഷ് ഏട്ടനും കുറ്റപ്പെടുത്താൻ ഇനി ഒരു വാക്ക് പോലും ബാക്കിയില്ല. അമ്മ ഞാൻ പറയുന്ന പോലും കേൾക്കുന്നുണ്ടോ? ഷാരി പറയുന്നത് കേൾക്കാതെ കരിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സരസ്വതിയോട് ഷാരി ദേഷ്യത്തോടെ ചോദിച്ചു. നീ ആ കുഞ്ഞിനെ ഇങ്ങനത്തെ ആ ഷാരി, ഇനി നാളെ പോകാം. ആഹാ, എങ്കിൽ നല്ല ചേലായിരിക്കും. നിളയെ പോലൊരു മിണ്ടാപ്പാണിയെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നതിനാ ഞാനും സുമേഷിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നത്. അവർക്കൊക്കെ നിളയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഏട്ടന് ഇത്രയും അധപ്പതിച്ചോ? അമ്മയുടെ പ്രായമുള്ള ഒരു ഒരുത്തിയെ ആർക്കറിയാം ഇനി അമ്മയെയും എന്നെയൊക്കെ എങ്ങനെ ഏട്ടൻ കാണുന്നതെന്ന്. ഷാരി, സരസ്വതി ദേഷ്യത്തോട് വിളിച്ചു. അമ്മ തുള്ളണ്ട. ഞാൻ ഇനി വീടിൻ്റെ പടി ചവിട്ടില്ല. അതെ, ഒരു ചായ. അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്ന സുലോചന സരസ്വതിയോട് പറഞ്ഞു. അവൾ ഷാരിയൊന്ന് നോക്കി റൂമിൽ കയറി ഡോർ ചാരി. അയ്യേ, ഇതാണോ? എന്തിന് കൊള്ളാം. പേരെന്താമേ? സുലോചന. ഇപ്പൊ അവളുടെ കാര്യം അമ്മ നോക്കണോ? ഒന്നും മിണ്ടാതെ ചായ എടുക്കുന്ന സരസ്വതിയെ നോക്കിയവർ ചോദിച്ചു. ആ, അവരൊരു ഒഴുക്കം മട്ടിൽ മറുപടി പറഞ്ഞു. നിളയെ പേടിപ്പിച്ച് ശാസിച്ചും ആ പെണ്ണ് ജോലിക്ക് പോയി വരുന്ന ശമ്പളം വരെ പിടിച്ച് വാങ്ങിയില്ലായിരുന്നു. അതിൻ്റെ പങ്ക് നീയും പറ്റിയില്ലായിരുന്നു.
ആ അതിൻ്റെ ഞാനും അനുഭവിക്കുന്നുണ്ട്. ഞാൻ പോവാ. ഏട്ടനെ കാണാൻ നിന്ന് കടുപ്പിച്ച് വല്ലതും പറഞ്ഞു പോകും. ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല. വരാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും ഇറങ്ങുക. ഇപ്പം 2 വീട്ടിൽ അടുക്കള പണിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകാൻ തുടങ്ങിയോ? നല്ലതാ. എന്നെ മിക്കവാറും നാണക്കേട് കാരണം അവൻ ഇറക്കി വിടാൻ സാധ്യതയുണ്ട്. ശാരി, നിലയെ പോലെ നല്ല സ്വഭാവത്തോടെ നീ അവരോട് പെരുമാറണം. കയ്യിലിരുന്ന മാണിക്കത്തെ കളഞ്ഞ് കരിക്കട്ട ചുമക്കുക ഞാനിപ്പോൾ. അവൾക്ക് ഞാൻ ചെലവിന് കൊടുക്കണം പോലും. അവരുടെ കണ്ണുകൾ നിറഞ്ഞു പശ്ചാത്താപത്തോടെ. ഒരു പെണ്ണിൻ്റെ നിറഞ്ഞ കണ്ണുകളോർത്ത് ഇന്ന് അവരുടെ ഹൃദയം നീങ്ങി. വിഷമിക്കണ്ട, ഇന്ന ഇതിരിക്കട്ടെ. കയ്യിലിരുന്ന പേഴ്സിൽ നിന്നും 500 രൂപ എടുത്ത് നീട്ടി. വേണ്ട മോളെ, കഷ്ടപ്പെട്ട് തിന്നാൻ തുടങ്ങിയപ്പോൾ ആഹാരത്തിന് രുചിയേറി. പക്ഷേ ഒരു വറ്റുപോലും മനസ്സമാധാനത്തിൽ ഇറക്കാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ശാരിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ നെറുകയിൽ തലോടിയവർ. ഓട്ടോ പുറത്ത് കിടക്കുക, ഞാൻ പോവാ. അവരോട് പറഞ്ഞ് ശാരി കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോയിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പച്ചിയുടെ ചുന്ദരിമണികളെ, ദേ അനങ്ങുന്നു നീരവേട്ട. നോക്കി, ദേ അനങ്ങുന്നു. ആളിൽ സെറ്റിയിലിരിക്കുന്ന നിലയുടെ വയറിൽ തൊട്ട് നോക്കി അനക്കം നോക്കുവാണ് തീർത്ത. അവളുടെ കളി കണ്ട് രസിക്കുവാണ് നീരവും നിളയും. തീർത്തയുടെ കളി കണ്ടാണ് സിദ്ധുവും കാത്തിയും സ്റ്റെയർ ഇറങ്ങി വന്നത്. സിദ്ധു നിളയെ നോക്കി കണ്ണു ചെമ്മി. അവളും അവനൊരു പുഞ്ചിരി നൽകി, മനോഹരമായൊരു പുഞ്ചിരി. രവിയും അങ്ങോട്ട് വന്നു. രവിയെ കടന്ന് നിള എഴുന്നേൽക്കാൻ തുടങ്ങിയതോടെ രവി പിടിച്ചിരുത്തി. എന്തിനാ മോളെ എഴുന്നേൽക്കുന്നേ? ഇരിക്ക്. സിദ്ധു, ഭാനുവിൻ്റെ അടുത്ത് നിന്നൊന്ന് പോകണം. വൈകിട്ടത്തേക്ക് മതി. നീരവിന് വേണ്ടി ലച്ചുവിനെ ചോദിക്കണം. എത്രയും വേഗം കാത്തിയുടെ കയ്യിൽ തീർത്തിയെയും നീരവിൻ്റെ കയ്യിൽ ലച്ചുവിനെയും പിടിച്ചു കൊടുക്കണം. തീർത്തി ഇപ്പോൾ പഠിക്കുമല്ലെങ്കിൽ, കാർത്തി പറഞ്ഞു. കല്യാണം കഴിഞ്ഞും പഠിക്കാം. രവി കാർത്തിയോട് മറുപടി പറഞ്ഞു. മാറിക്കടി അങ്ങോട്ട്, എൻ്റെ മക്കളെ ഞാനൊന്ന് വിളിക്കട്ടെ. സിദ്ധു തീർത്തിയെ തള്ളിമാറ്റി നിലയുടെ അടുത്തേക്കിരുന്നു. അച്ഛയുടെ മുത്തുമണികൾ ഉറങ്ങുവാണോ? നിലയുടെ വയറിലേക്ക് നോക്കിയവൻ ചോദിച്ചു. കൈയെടുത്ത് വയറിൽ വെച്ചപ്പോൾ അവളുടെ ശരീരത്തിലെ വിറയിൽ അവൻ്റെ കൈകളിൽ അറിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കയ്യിൽ പിടിച്ചു. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അനക്കറിയുന്നുണ്ടോ ഏട്ടാ? ആ ഉണ്ട്, പെട്ടെന്ന് അവൻ പറഞ്ഞു. ആഹാ, ഇതാരാ വരുന്നത്? ഭാനുവോ? രവി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റു. നിലയും വയറും താങ്ങി പിടിച്ച് എഴുന്നേറ്റു. കയ്യിലിരുന്ന കവർ ഭാനു നിലയുടെ കയ്യിൽ കൊടുത്തു. സുഖല്ലേ മോളെ? അവളുടെ നെറുകയിൽ തലോടി. അവൾ തലയാട്ടി. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. എൻ്റെ മോന് വേണ്ടി ലച്ചുമോളെ ചോദിക്കാൻ. രവി നീരവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. നീരവൊന്ന് ചിരിച്ചു. ഇരിക്ക് ഭാനു. ദേവം എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസും കൊണ്ടുവന്ന് പറഞ്ഞു. ശബ്ദം കേട്ടു ഞാൻ. ദാ ജ്യൂസ് എടുക്ക്. ഇരിക്ക് ഭാനു. ദേവമ്മയെ നോക്കി ഒരു മങ്ങിയ ചിരി ഭാനു നൽകി. ഞാൻ നീരവനോടൊന്ന് സംസാരിക്കാനാ വന്നത്, ഭാനു പറഞ്ഞു. എന്താ ആൻറ്റി, പറഞ്ഞോ. എന്താ ഭാനു? രവിയും ചോദിച്ചു. ഭാനു എന്താണ് പറയാൻ പോകുന്നതറിയാൻ എല്ലാവരും അക്ഷമരായി നിന്നു. ജ്യൂസ് ഗ്ലാസ് ഭാനു ടേബിളിലേക്ക് വെച്ച് നീരവിനെ നോക്കി തിരിഞ്ഞു. ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. മോന് മാത്രമേ എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ഞാൻ എന്താ ആൻറ്റി? നീരവ് ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. ലച്ചുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. അത് കാർത്തി എന്തോ പറയാൻ വന്നതോ? നീരവ് കാതിയുടെ കയ്യിൽ പിടിച്ചു. അരുതെന്ന് തലയനക്ക്. കാതി ദയനീയമായി നീരവിനെ നോക്കി. ഏതൊരമ്മക്കോ ആഗ്രഹം കാണില്ലേ തൻ്റെ മകളെ നന്നായി കെട്ടിച്ചു വിടാൻ? ഒരു കൊലപ്പുള്ളിക്ക്. നിർത്തുന്നുണ്ടോ? സിദ്ധു അലറി. എന്താ നിങ്ങൾ പറഞ്ഞത്? സിദ്ധു, രവി ശാസനയോടെ വിളിച്ചു. ക്ഷമിക്കണം അച്ഛാ. അവൻ രവിയോട് പറഞ്ഞ് ഭാനുവിന് നേരെ തിരിഞ്ഞു. എൻ്റെ നീരവിനെ സ്നേഹിച്ചത് നിങ്ങളുടെ മകളാ. ഇനി ഇവൻ അവളെ വേണ്ട. ഇവൻ വേണമെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല ഞാൻ. നീരവിനെ നോക്കി സിദ്ധു പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ എൻ്റെ കാത്തിയുടെയും നീരവിന് വിവാഹം നടക്കും. നിങ്ങളുടെ മോളുടെ നടക്കുന്നതിന് മുമ്പ്. എല്ലാവരും സിദ്ധുവിനെ നോക്കി നിൽക്കുവാണ്. എന്തൊക്കെയോ ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നതാണെന്ന് ഓർത്തു. നിലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തീർത്തയുടെയും. എനിക്ക് തീർത്ത മാത്രമല്ല, ഒരു പെങ്ങൾ കൂടെയുണ്ട്, എൻ്റെ കാത്തുമോള്. സിദ്ധു, നീരവ് വിളിച്ചു. വേണ്ട നീരവ്, എതിരൊന്നും പറയണ്ട. എൻ്റെ തീരുമാനമാണത്. ഞങ്ങളുടെ കാത്തുമോളുടെ കഴുത്തിൽ നീരവ് താലി ചാർത്തും. കാർത്തിയും സന്തോഷത്തോടെ ഉറപ്പിച്ചു പറഞ്ഞു. ഭാനു മറുപടിയൊന്നും പറയാതെ താലതായിട്ട് പുറത്തേക്ക് ഇറങ്ങി. സിദ്ധു, നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞത്? നീരവ് സിദ്ധുവിനെയും കാർത്തിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താണ്, നീയും കേട്ടതല്ലേ? കാർത്തി പറഞ്ഞു. അച്ഛനും അമ്മയും പറ, ഞങ്ങളുടെ തീരുമാനം തെറ്റാണോ? സിദ്ധു ചോദിച്ചു. അച്ഛന് ഏറ്റവും സന്തോഷം അതാണെന്ന് എൻ്റെ മക്കൾക്ക് അറിയില്ലേ? 3 സഹോദരങ്ങളും ഒരു കൂരയിൽ. മോനെ നീരവേ. രവി നീരവിൻ്റെ നേരെ തിരിഞ്ഞ് തോളിൽ കൈവച്ചു. സിദ്ധുവിനായിരുന്നു വാശി. കാർത്തി തീർത്തേ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഓർമ്മ വെച്ച കാലം മുതൽ സിദ്ധു പറഞ്ഞ് രണ്ടും കൂടെ അങ്ങ് പ്രണയിച്ചു. ഇത് കേട്ട് കാർത്തിയും തീർത്തയും പരസ്പരം പ്രണയത്തോടെ നോക്കി.
നീരവിനെ കണ്ടുമുട്ടിയ നാളെ മുതൽ നിന്നെക്കുറിച്ചും നിന്റെ തുമ്പിയെക്കുറിച്ചും വാതോരാതെ യുവന്മാരെ രണ്ടുവന്നും പറയും. കുപ്പിവളകൾ കുരുക്കി ഏട്ടനോട് സംസാരിക്കുന്ന തുമ്പിയോട് പ്രണയാണ്. ആ ഊമക്കോയിലിനെ എനിക്ക് വേണം രവിയങ്ങളെ എന്നും പറഞ്ഞ് കള്ളച്ചിരിയോട് എനിക്ക് കെട്ടിപ്പിടിച്ചിരുന്ന് പറഞ്ഞ് ചേർക്കാനാ ഇവന്. സിദ്ധുവിനെ നോക്കി രവി പറഞ്ഞു. നിലയുടെ മുഖത്തെ വിഷമം സിദ്ധു ശ്രദ്ധിച്ചിരുന്നു. ഭാനുവാന്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണെന്ന് അവന് മനസ്സിലായി. അപ്പോഴൊക്കെ സിദ്ധുവും കാർത്തിയും കൂടെ എൻ്റെ അപ്പുറോ ഇപ്പുറോ ഇരുന്ന് പറയും. എൻ്റെ തീർത്ഥമോളെ കാർത്തിക്ക്, നീരവിൻ്റെ തുമ്പി എനിക്ക്, പിന്നെ കാത്തുമോള് നീരവിന്, ഒരിക്കലും പിരിയാതെ ഞങ്ങളിങ്ങനെ. സിദ്ധു പറഞ്ഞ ഓർമ്മയിൽ രവി പറഞ്ഞു. പക്ഷെ ലച്ചുവിന് നീരവിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞതോടെ കാത്തു നീരവ് ആഗ്രഹം ഉപേക്ഷിച്ചു. പിന്നെ നീരവിനോട് ഞങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അവന് കാത്തു പെങ്ങളാണ് പോലും. അവൾക്ക് ഞങ്ങൾ 2 ആങ്ങളമാരുണ്ട്. അതുപോലെ ദൈവമേ? കാത്തു ചോദിച്ചു. പിന്നല്ല, ഭാനു വന്ന് പറഞ്ഞപ്പോൾ ഇരുണ്ട ആകാശം പോലെയായി മനസ്സ്. ഇപ്പോഴൊന്ന് സമാധാനമായത്, ദേവമ്മ പറഞ്ഞു. നീള കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ റൂമിലേക്ക് പോയി. സിദ്ധുവൾ പോകുന്നു നോക്കി. എന്നിട്ട് നീരവിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ നന്നായിട്ടിരുന്ന് ആലോചിക്കുക. എന്തായാലും ജീവിതത്തിലൊരു കൂട്ട് വേണം. അത് കാത്തുമോളാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ലജുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് 2 കുടുംബങ്ങളുടെയും കൂടിച്ചേരില്ല. നമ്മുടെ കുടുംബത്തിന് ചേരുന്നത് കാർത്തിയുടെ കുടുംബക്കാരാ. അതും പറഞ്ഞവൻ നിളയുടെ അടുത്തേക്ക് പോയി. കാർത്തിയെ നീരവിൻ്റെ തോളിലൊന്ന് തട്ടി. രവിയമ്മയും ദേവങ്ങളൊന്ന് വന്നേ, കുറച്ച് സംസാരിക്കാനുണ്ട്. കാർത്തി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. പുറകെ തീർത്തേയും ചെന്നു. ശരിക്കും ഞാൻ ലച്ചുവിനെ സ്നേഹിച്ചിരുന്നു. ഇല്ല, മനസ്സിലവൻ വാദിച്ചു. പിന്നെ എന്തിനാ കല്യാണം ഉടനെ ഉണ്ടെന്ന് ലച്ചു പറഞ്ഞപ്പോൾ നെഞ്ചു പിങ്ങിയത്? വേണ്ട, ലച്ചുവിന് നല്ലൊരു ഡോക്ടർ ചേർക്കാൻ തിരക്കിട്ടിട്ട് എന്നെപ്പോലെ ഒരു കൊലപ്പുള്ളിയെ. പക്ഷേ കാത്തു, അവളെ ഞാൻ എങ്ങനെ? സിദ്ധുവിനോട് സംസാരിക്കണം. കാത്തുവിനെ അങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. സിദ്ധു റൂമിലേക്ക് ചെന്നപ്പോൾ നില ഹെഡ് ബോർഡിൽ ചാരി ബെഡിലിരിപ്പുണ്ട്. അവളുടെ ഇരിപ്പ് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്തോ വലിയ ആലോചനയിലാണ്. അവൻ അവളുടെ കാലിലേക്ക് നോക്കി. 2 കാലിൽ നന്നായി നീര് വെച്ചിട്ടുണ്ട്. ആഹാ, കാലിൽ നിന്ന് മന്തോ? കളിയാക്കിക്കൊണ്ട് അവൻ പറയുന്നത് കേട്ട് അവൾ മുഖം തിരിച്ചു. ഓ, പിണക്കം മാറാൻ ഞാനൊരു കൂട്ടം തരട്ടെ. അവളുടെ അടുത്തേക്ക് ഇരുന്ന് അവളുടെ കയ്യിൽ പിടിച്ച് കൈവെള്ളിയിൽ മുത്തി. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ട് അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു. പിന്നെ കാലിനടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളുടെ കാല് പിടിച്ചു വിട്ടു. അവൾ വേണ്ടെന്ന് കൈകൊണ്ട് പറഞ്ഞ് കാല് വലിച്ചു. അവൻ ബലമായി പിടിച്ചു വെച്ച് പതിയെ പിടിച്ചു വിട്ടു. നീള. അവൻ അവളുടെ കാലിലേക്ക് തന്നെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ നോക്കി. കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഓമകുയിലേ, ദേ ഇങ്ങോട്ട് നോക്ക്. അവളുടെ മുഖം പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ തിരിച്ചു. എന്തിനാ ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? താടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ കൈകൾ ഉയർത്തി വിരലുകൾ തന്നെ ഓരോന്ന് പറഞ്ഞു. അവൾ നീരവിനെ പറ്റിയാണ് പറയുന്നതെന്ന് സിധുവിന് മനസ്സിലായി. നീള, അച്ഛൻ പറഞ്ഞ നീയും കേട്ടതല്ലേ? നീരവിന് വേണ്ടി ഞങ്ങളുടെ എല്ലാം മനസ്സിൽ കാത്തു തന്നെയായിരുന്നു. പക്ഷേ നീരവിന് ആ ഇഷ്ടമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് ഉപേക്ഷിച്ചതാ. കാത്തുവിനെ പറഞ്ഞ് മോഹിപ്പിച്ചു. നീരവിൻ്റെ ഓരോരോ പുതിയ ഫോട്ടോകൾ കാണാൻ അവൾ എൻ്റെ അടുത്തേക്ക് വരാറ്. ഞങ്ങളതിൽ തെറ്റുകാരാണ്. നീരവിൻ്റെ ഇഷ്ടം ചോദിക്കാതെ ഒരു പാവം കുട്ടിക്ക് ആശകളും ആഗ്രഹങ്ങളും കൊടുത്തു. തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമല്ലെന്ന് അറിഞ്ഞപ്പോൾ അവളായി തന്നെ ഒഴിഞ്ഞു പോയതാ. ഇപ്പോൾ വിധി പിന്നെയും. നമ്മുടെ വിവാഹത്തിന് അവൾ നീരവിനോട് പറയുന്നത് നീയും കേട്ടതല്ലേ? എന്നെ കെട്ടാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ. ഞാൻ പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയത് അവൾ എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് ഭയന്ന. കാരണം നീരവിൻ്റെ മനസ്സിന് ലക്ഷ്യമുണ്ടായിരുന്നു. റൂമിന് പുറത്ത് സിദ്ധുവിനോട് സംസാരിക്കണം വന്ന നീരവ് എല്ലാം കേട്ടുകൊണ്ടൊരു ശില പോലെ തറഞ്ഞു നിന്നു. നീ വിഷമിക്കേണ്ട ഓമക്കുയിലേ, നിന്റെ ഏട്ടന് വിവാഹത്തിന് സമ്മതിക്കും. അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും മനസ്സിൽ ലച്ചു വേജിക്ക് ആ സ്ഥാനം കൊടുത്തു പോയി. അച്ചോടെ സുന്ദരി മക്കൾ പറ അമ്മയോട് വിഷമിക്കരുതെന്ന്. അവളുടെ വയറിൽ മേലെ കൈ ചേർത്തവൻ പറഞ്ഞു. ഇവിടെ നിന്ന് തന്നെ പോകണം. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണം. താൽക്കാലികമായാലും അമ്മയും അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ്. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാമായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെയെല്ലാം മാറാൻ കാരണം അവനാ, എൻ്റെ ഫസ്റ്റ് ലവർ. അവൻ ചതിച്ചതുകൊണ്ടല്ലേ? ജനലരികളിൽ പിടിച്ചു മുറുക്കി ഐശ്വര്യ പല്ല് കടിച്ചു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആരുടെ മുന്നിൽ ഒരുക്കി കെട്ടി നിൽക്കില്ല. നിനക്ക് എന്താ ലച്ചു? ആദ്യം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്? വിവേക് ഫോണിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് പറഞ്ഞു. അതിന് നീ പ്രണയിക്കണം, എങ്കിലേ ആ വേദന അറിയൂ. പ്രണയം? വിവേക് ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഒരാൾക്ക് മാത്രം തോന്നുന്നതാണോ പ്രണയം? ഇവിടെ നിനക്ക് മാത്രമാണ് പ്രണയം. വിവേക് പറഞ്ഞു. അല്ല, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ദേ പെണ്ണെ, അവൻ്റെ കാത്തിയുടെ വിവാഹം ഉടനെയുണ്ട്. ഇന്ന് നിന്നെ കാണാൻ വരുന്ന ചെക്കൻ്റെ മുന്നിൽ നീ ഒരുങ്ങി നിന്നോണം. അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങി തന്ന് എന്നെ കൊന്ന് കളഞ്ഞേക്ക്. അമ്മേ! അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് വിളിച്ചു.
അവൾ നോക്കാതെ ഭാനു അകത്തേക്ക് കയറിപ്പോയി. വിവേകും ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അവൾ നിർത്താതെ പെയ്യുന്ന കണ്ണുനീരിന് തുടച്ചു നീക്കി ഫോണെടുത്ത് നീരവിനെ വിളിച്ചു.